രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സാനന്ദരൂപം സകല പ്രമോദം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യ പത്മേശ്വരി വിസ്വരൂപം പ്രണൗമി തുഞ്ച തിരുമാര്യപാദം. മാല്യവാന്റെ വാക്യം. സാരനായൊരു ശുഗൻ പോയനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരെ വന്നിതോ രാവണ മാതാവു തൻ പിതാ ഖിന്നനായ രാവണനെ കണ്ടു ചൊല്ലുവാൻ. സർക്കാരവും കുശല പ്രശ്നവും ചെയ്തു രക്ഷോവരനോമിരുത്തിയധോചിതം. കൈകസീതാതൻ മതിമാൻ വിനീതമാൻ കൈകസി നന്ദനൻ തന്നോടു ചൊല്ലിനാൻ. ചൊല്ലുവൻ ഞാൻ തവ നല്ലതോ പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണമനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങളീ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടില്ലയോ നാശഹേതുക്കളാദിശ ഖണ്ഡ പ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായിടി വെട്ടുന്നിതന്വഹം ചോരയും പെയ്യുന്ന ദുഷ്ണമായത്രയും. ദേവലിഖങ്ങളിളകി വിയർക്കുന്നു ദേവിയാം കാളിയം ഘോരദംഷ്ടാനിതം. നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികന്മാർ ചാരനോടോ പിണങ്ങുന്നു രോഷാനകൂലങ്ങളോടും ഔവണ്ണമേ. പന്നകജാലം ഗരുഡനോടും തഥാ നിന്നെതിർത്തിടാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ഡനായേറ്റം കരാള വികടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായി സന്തതം. കാലനെയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളോ നിധോ നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിൻ അത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനിതുമേ സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി. രാമപാദേ വെച്ചു വന്ദിക വൈകാതെ രാമനാകുന്നതോ വിഷ്ണു നാരായണൻ. വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭരിച്ചുകൾ അദ്വയനാം പരമാത്മനാം അവ്യയം. ശ്രീരാമപാദബോധം കൊണ്ടു സംസാര വാരിധിയെ കടക്കുന്നിതോ യോഗികൾ. ഭക്തി കൊണ്ടന്തക്കരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ. രാക്ഷസ വംശത്തെ രക്ഷിച്ചു കൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നിനക്കിതോ ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോട് ശാന്തനാം മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു കുറഞ്ഞോ ദശമുഖൻ. പിന്നെയും മാല്യവാൻ തന്നോട് ചൊല്ലിനാൻ. മാനവനായ കൃപണനാം രാമനെ മനസ്സേ മാനിപ്പതിനെന്തു കാരണം. മർക്കടാലംബനം നല്ല സാമർത്ഥ്യമെൻ കാമ്പിലോർക്കുന്നവൻ ജളനെത്രയും. രാമൻ യോഗിക്കയാൽ വന്നിതെന്നോട് സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ചരത്തു ചൊല്ലി വിടുന്നുണ്ടു നിർണയം. വൃദ്ധൻ ഭവാനതി സ്നിഗ്ധനാമിത്രമിൽ ഉക്തികൾ കേട്ടാ പൊറുത്തുകൂടാ ദൃഢം. ഇത്തം പറഞ്ഞ മാറ്റന്മാരുമായി ദശവക്രനും പ്രസാദമൂർധനേ കരേറിനാൻ. യുദ്ധാരംഭം. വാനരസേനയും കണ്ടകമേ ബഹോ മാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ. യുദ്ധത്തിനാരജനീചര വീരരെ സ്വത്തരം തത്ര വരുത്തി വാഴും വിധോ. രാവണനെ കണ്ടു കോപിച്ചു രാഘവാദേവനും സൗമിത്രിയോടും വാങ്ങിനാൻ. 10 കിരീടവും കൈകളിരൂപതും വൃത്തനോടൊത്ത ശരീരവും ശൗര്യവും. 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ധേന ഖണ്ഡിച്ചു നേരത്തു രാവണൻ. നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കി ചിരിച്ചിടിനാൻ.
മുഖ്യ പ്രഹസ്ത പ്രമുഖ പ്രവരന്മാർ ഒക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിടുവിൻ കോട്ടയെ പൊക്കുട് അത്യന്ത വിദ്യാവസിക്കയില്ലത്ര നാം ഭേരി മൃദംഗടക്കാപ്പണവാനക ദാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണ ശ്രോഷ്ഠഖര ഹരിശാർദൂല സൈരിവ സ്യന്ധന മുഖ്യയാനങ്ങളെ ഖഡ്ഗശൂരേഷു ജാപപ്രാസതോമര മുർഗര യഷ്ടി ശക്തി ചുരികാതികൾ ഹസ്തേ ധരിച്ചു കണ്ടസ്തവിദ്യാചവം യുദ്ധസന്നദ്ധരാ യുദ്ധദാ ബുദ്ധിയോടബ്ദികളദ്രികളുർവിയം തക്ഷണ ഉദ്ധതമായതോ സത്യലോകത്തോളം വജ്രഹസ്താശയിൽ ബുക്കാൻ പ്രഹസ്തനം വജ്രദംഷ്ടൻ തഥാ ദക്ഷിണ ദിക്കിലും ദുഷ്യവനാരിയാം മേഘനാഥൻ തഥാ പശ്ചിമ ഗോപുരധ്വാരി ബുക്കീടിന മിത്രവർഗാമാദ്യഭൃത്യ ജനത്തോടും ഉത്തരധ്വാരി പൊക്കാൻ ദശഭക്തനും നീലനും സേനയും പൂർവതി ഗോപുരേ ഭാരീതനയനും ദക്ഷിണ ഗോപുരേ വായുതനയനും പശ്ചിമ ഗോപുരേ മായാമനുഷ്യനാം ആദിനാരായണൻ മിത്രതനയായ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായ ഉത്തര ദിക്കിലും യുദ്ധമുറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമാ 1000 കോടി മഹാകോടികളോടും 1000 അർബുദമായിരം ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ഖണ്ഡങ്ങൾ 1000 ധൂളികൾ 1000 തോയാക്കര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കബീബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചെടുത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിടിനാൻ കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമേട്ടാത്തോ വിളിച്ചെടുക്കുന്നേരം ദൃഷ്ടി പോലീശ്വരശാലം പൊഴിക്കയും വിട്ടുകൊണ്ടറ്റോ തുടർന്നു കിടക്കയും അസ്ത്രങ്ങ ശസ്ത്രങ്ങ ചക്രങ്ങ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങ ശൂലങ്ങ കുന്തങ്ങളീട്ടികൾ മുർഗര പങ്ക്തികൾ ദിണ്ടിപാലങ്ങളും തോമരഖണ്ഡം മുസലങ്ങ മുഷ്ടിക ചാമീകര പ്രഭ പൂണ്ട സദഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങളിവ കൊണ്ടും നിഗ്രഹിച്ചിടിനാന കഞ്ചരേന്ദ്രരും ആർത്തി മുഴത്തു ദശാസനാവസ്ഥകൾ പേർത്തു മറിവതേന എച്ചിടിന ശാർദൂലനാദിയാം രാത്രിഞ്ചരന്മാരെ രാത്രിയെ ചെന്നാലവരും കവികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞോ പിടിച്ചടി ചുൾക്കുട രോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാഥം കേട്ടു രാഘവനും ഗരു ആദ്രബുദ്ധ്യാ കൊടുത്താൻ അഭയം ദ്രുതം ചെന്നവരും സുഖസാരണരെ പോലെ ചൊന്നതോ കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജിഹ്വനുമായ ദശകന്ധരൻ മൈഥിലേ വാഴോമിടം പുക്കാൻ രാമശിരസും ധനുസ്സും ഇതെന്നുടൻ വാമാശി മുന്നിലമ്മാരു വച്ചിടിനാൻ ആയോധനെ കൊന്നു കൊണ്ടുപോന്നേനെന്നോ മായയാ നിർമ്മിച്ചു വച്ചതോ കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഖാങ്കി വീണോ കിടക്കും ദശാന്തരെ വന്നൊരു ദൂതൻ വിരവോട് രാവണൻ തന്നെയും കൊണ്ടുപോന്നിടിനാനന്നേരം വൈദേഹി തന്നോട് ചൊന്നാൽ സർമയും ഖേദമശേഷ മകലെ കടകനെ എല്ലാം ചതിയെന്നു തീറിയിടിതൊക്കവേ നല്ലവണ്ണം വരും 4 നാളുള്ളിലെ ഇല്ലൊരു സംശയം കല്യാണ ദേവതേ വല്ലഭൻ കൊല്ലും ദശാസിനെ നിർണയം ഇത്തം സരവസാരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്നിടിനാൻ സീതയും മംഗലാദേവതാവല്ലഭാജ്ഞാപശ അംഗദൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ ഒന്നുകെ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിൽ അമ്മാറ് വെച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടു അല്ലാതെ അത്തൽ കൊണ്ടുള്ളിലടച്ചങ്ങിരിക്കണം രാക്ഷസ സേനയും ലങ്കാനഗരവും രാക്ഷസ രാജനാം നിന്നോടു കൂടവേ
സംഹരിച്ചിടുവാൻ ബാണമരുന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ? ധ്യാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ? നാണം നിനക്കേതുമില്ലയോ മാനസേ? യുദ്ധമധിക്ഷേപമാക്കുകൾ കേട്ടത് ക്രുദ്ധനായൊരു രാത്രിചര വീരനും വൃത്രാരിപുത്രതനയനെ കൊൽകുന്നു നക്തഞ്ചരാധിപന്മാരോടു ചൊല്ലിനാൻ. ചെന്നോ പിടിച്ച നിശാചര വീരനും കൊന്നോ ചുഴറ്റിയെറിഞ്ഞാൻ കവീന്ദ്രനും. പിന്നെയ പ്രാസാദവും തകർത്തിടിനാൻ. ഒന്നോ കുതിച്ചങ്ങുയർന്നോ വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെയുണർത്തിനാനങ്കതൻ. പിന്നെ സുഷേണൻ കുമുദന്നവൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ മരുസുധൻ എന്നിവരാധിയാം വാനര വീരന്മാർ ചെന്നോ ചുഴന്നോ കിടങ്ങും നിരത്തിന. കല്ലും മലയും മരവും ധരിച്ചാശു നില്ലു നില്ലെന്നോ പറഞ്ഞെടുക്കുന്നേരം. ബാണചാപങ്ങളും വാളും പരിചയം പ്രാണഭയം വരും വെൺമഴോ കുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗദകളും പിണ്ടിപാലങ്ങളും മുൽഗതജാലവും ചക്രങ്ങളും ഫരിഖങ്ങളും ഈട്ടിക ശുക്രകജങ്ങളും മറ്റുമിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിനടുത്താരക്കരും. വാരണനാഥവും വാചികൾ നാദവും തേരുരുൾ നാഥവും ഞാനൊലി നാഥവും രാക്ഷസരാഭയും സിംഹനാഥങ്ങളും രൂക്ഷതയേറും കവികൾ നിനാഥവും. തിങ്ങി മുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും ഇങ്ങോമിട തോർന്നു മാറ്റൊലി കൊണ്ടുതേ ജംഭാരി മുമ്പാനിലിംബരം കിന്നര കിം പുരുഷോരക ഗുഹ്യക സംഘവും. ഗന്ധർവ സിദ്ധ വിദ്യാധര ചാരണം യന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം. നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ. നാരികളോട് വിമാനയാനങ്ങളിൽ ആരുഹ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിന. തുങ്കനാമിന്ദ്രജിത്തേറ്റനതോ നേരം അങ്കദൻ തന്നോടതിന്നോ കവീന്ദ്രനും. സൂര്യനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ. മാരുതി തന്നെ വേ കൊണ്ടു ചാട്ടിയിടിനാൻ ധീരനാകും ജംബുമാലി നിശാചരൻ. സാരഥി തന്നോട് കൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലറിനാൻ. മിത്രതനയൻ പ്രഹസ്തനോടേറ്റിതോ മിത്രാരയോടു വിഭീഷണ വീരനും. നീലന്നികുംഭനോടേറ്റാൻ തപനനെ കാലപുരത്തിനയച്ചാൻ മഹാഗജൻ. ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടഥ ലക്ഷ്മീപതിയാം രഘുത്തമൻ തന്നോടോ. രക്ഷധ്വജാഗ്നിധ്വജാതികൾ 10 പേർ തക്ഷണേ ചെയ്തു പുകാസുരാലയം. വാനരന്മാർക്കു ജയം വന്നിതന്നേരം ധാനുവും വാരിതി തന്നെ വീണിടിന. ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്തംഭരാന്തേ മറഞ്ഞിടിനാൻ. നാഗാശ്രമേതു മോഹിപ്പിച്ചിതോഭത രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ. വെന്നിപ്പെരുമ്പര കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നെ മേവീടിന. താപസ വൃന്ദവും ദേവ സമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും. ഹാഹാ വിഷാദേന ദുഃഖ വിഷണ്ണര മോഹിതന്മാരായി മരുവും ദശാന്തരെ. സപ്തദീപങ്ങളും സപ്താർണവങ്ങളും സപ്തചലങ്ങളും ഉക്ഷോഭമാം വണ്ണം. സപ്താശകോടി തേജോമയനായി സുവർണദ്രി പോലെ പവനാശനനാശനൻ. അബ്ദിതോയം ദിദാഭിത്വാ സ്വപക്ഷയും ഉദ്ഭൂതരോഗത്രയത്തോടതിദ്രുതം. നാഗാരി രാമപാദം വണങ്ങിടിന നാഗാസ്രബന്ധനം നേർന്നിതോ തക്ഷണേ. ശാഖാമൃഗങ്ങളോ മസ്തനിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. ഭക്തപ്രിയൻ മുത പക്ഷി പ്രവരനെ ബദ്ധസമ്മോദമനുഗ്രഹം നൽകിന. കൂപ്പി തൊഴുതനുവാദവും കൈക്കൊണ്ടു മേൽപോട്ടു പോയി മറഞ്ഞിടിനാൻ ദക്ഷനും. മുന്നേതിരമ്പല വീരവേഗങ്ങൾ കൊണ്ടുന്നതന്മാരാം കബീവരന്മാരെല്ലാം മന്നവൻ തന്നെ യോഗേന മരങ്ങളും കുന്നും ശിലയുമെടുത്തെറിഞ്ഞിടിനാൻ.
വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം പൊക്കിരിക്കുന്നതിൻ മുന്നമേ വന്നാരവരും ഇങ്ങെന്തൊരോ വിസ്മയം നന്നെത്രയോ എന്നേ പറയാവോ ചെന്നറിഞ്ഞിടുവാനെന്തൊരു ഘോഷമേ എന്നു ശ്മശാനനൻ ചെന്നോരനന്തരം എന്നോ ദശാനനൻ ചെന്നോരനന്തരം ചെന്നു ദൂതന്മാരറിഞ്ഞോ ദശാനനൻ തന്നോട് ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ വീരബല വേഗ വിക്രമം കൈക്കൊണ്ട് സൂര്യാത്മജാതികളായ കപികുലം ഹസ്തങ്ങതോരുമലാതവും കൈക്കൊണ്ട് ഭിത്തി തന്നുത്തമാകത്തിന്മേ നിൽക്കുന്നു നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടു ആണുങ്ങളെങ്കിലെന്നാർത്തു പറകയും കേട്ടതില്ലേ ഭവാൻ എന്നവ ചൊന്നതു കേട്ടു ദശാസനും കോവേന ചൊല്ലിനാൻ മാനവന്മാരെയുമേറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോകധൂമ്രാക്ഷൻ പടയോടു കൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരികനേ യുദ്ധമനുഗ്രഹം ചെയ്തയച്ചാനതേ ക്രുദ്ധനാം ധൂമ്രാക്ഷനും നടന്നിടിന ഉച്ചൈസ്തരമായ വാദ്യഘോഷത്തോളം പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടാൻ മാരുതിയോടെ തീർത്താൻ അവനും ചെന്നു അരുണമായതോ യുദ്ധവും എത്രയും ബലസേവന്മഴു കുന്തം ശരാസനം ശൂലം മുസലം ഫലിഖഗദാദികൾ കൈകൊണ്ട് വാരണവാചീരതങ്ങളെ ഉൾക്കരുത്തോടേറി രാക്ഷസ വീരരും കല്ലും മരവും മലയുമായി പർവ്വത തുല്യ ശരീരികളായ കവികളും തങ്ങളിലേറ്റു പൊരുതോ മരിച്ചിതുണ്ടെങ്ങും മഹാവീരരായുള്ളവർ ചോരയോ മാറായൊഴുകി പല വഴി ശൂരപ്രവരനാം മാരുതി തക്ഷണേ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ അലത്തൊന്നെറിഞ്ഞെറിഞ്ഞിടിന തേരെ നിന്നാശോകതയോ മെടുത്തിടൻ ഇലം മാറുതൂമ്രാക്ഷനും ചാടിനാൻ തേരും കുതിരകളും പൊടിയായതോ മാരുതിക്കുള്ളിൽ വർദ്ധിച്ചതോ കോപവും രാത്രിഞ്ചരരെയൊടുക്കി തുടങ്ങിന ആർത്തി മുഴുത്തതോ കണ്ടു ധൂമ്രാക്ഷനും മാരുതി ഏകത കൊണ്ടടിച്ചിടിന ധീരതയോടതിന കുലമെന്നിയെ പാരം വളർന്നൊരു കോപ വിവശനായി മാരുതി രണ്ടാമതൊന്നെറിഞ്ഞിടിനാൻ ധൂമ്രാക്ഷനേറുകൊണ്ടും ബർപ്പുരത്തിങ്കലമ്മാറു ചെന്നു സുഖിച്ചു വാണിടിനാൻ ശേഷിച്ച രാക്ഷസർ കോട്ടയെ പൊക്കിതോ ഘോഷിച്ചിതങ്കനമാർ വിലാപങ്ങളും വൃത്താന്തമാഹന്ത കേട്ടോ ദശാസനും ചിത്തതാപത്തോടെ പിന്നെയും ചൊല്ലിനാം വജ്രഹസ്താരി പ്രഭരൻ മഹാബലൻ വജ്രദംഷ്ടൻ തന്നെ പോക യുദ്ധത്തിനായി മാനുഷ വാനരന്മാരെ ജയിച്ചവേ മനകീർത്തിയാപരികൻ നയച്ചിടിനാം ദക്ഷിണ ഗോപുരത്തൂടെ പുറപ്പെട്ടു ശക്രാത്മജനോടെ തീർത്തിയിടിന ദുർനിമിത്തങ്ങളും ഉണ്ടായ നാതൃത ചെന്നോ കവികളോടേറ്റു മഹാബലൻ വൃക്ഷശിലാശൈലവൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണെ ഗർഗസഹസ്രശക്തിയാദികളേറ്റേറ്റു മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി പത്തംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതോ രക്തനദികളൊലിച്ചു പല വഴി വൃത്തം തുടങ്ങി കബന്ധങ്ങളും ഫല താരേയനും വജ്രദംഷ്ടനും തങ്ങളെ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധോ ബാളും പിടിച്ചുടൻ വജ്രദംഷ്ടൻകള് നാളം മുറിച്ചെറിഞ്ഞിടിനാനങ്കതൻ അക്കഥ കേട്ട ശുനക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേരോമകമ്പനൻ തന്നെയും വൻപടയോടോ മയച്ചാനതോ നേരം കമ്പമുണ്ടായതോ മേദിനിക്കന്നേരം ദുഷ്യവനാരി പ്രവരന കമ്പനൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടാൻ വായുധനോടേറ്റവനും നിജ ഭയം വെടിഞ്ഞു കാലാലയം മേവിന മാരുതിയെ സുതിച്ചു മഹാലോകരം ഫലം ഭയം പെരുത്തു ദശകണ്ഠനും സഞ്ചരിച്ച നിജ രാക്ഷസ സേനയെ പഞ്ചദ്വയാസനം കണ്ടാനധോ നേരം രാമേശ്വരത്തോട് സേതുവിൻ മേലുമാ രാമദേശാന്തം സുബേലാചലോപരേ
വാനരസേന പരന്നതും കോട്ടകൾ ഊനമായി വന്നതും കണ്ടോരനന്തരം ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികെന്നു കൽപ്പിച്ച നേരം അവൻ വന്നു കൂപ്പിന. നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ, നായകന്മാർ പടയ്ക്കാരുമില്ലാകയോ, ചെല്ലുന്ന രാക്ഷസ വീരരെ എന്നതും കണ്ടിരിക്കയില്ലെങ്ങു നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷ വാനരന്മാരെ ഒടുക്കുവാൻ പോകുന്നതാരെന്നു ചൊല്ലുന്നു കേട്ടവൻ, പോകുന്നതിന്നു ഞാൻ എന്നു കൈകൂപ്പിനാൻ. തന്നെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അംഗ പടയും വരുത്തിനാർ. 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനമാ പ്രഹസ്തൻ മഹാരഥൻ. കുംഭഹനം മഹാനാഥനും ദുർമുഖൻ ജംഭാരി വൈരിയാൻ വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ 4 ഇങ്ങനെ വൻപടയോടും നടന്നിധോ. ദുർനിമിത്തങ്ങളുണ്ടായതോ കണ്ടവൻ തന്നകത്താരിയിലുറച്ചു സന്നദ്ധനായി പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു പാവക പുത്രനോടേറ്റോരനന്തരം. മർക്കടന്മാശില വൃക്ഷാചലം കണ്ടു രക്ഷോഗണത്തെയൊടുക്കി തുടങ്ങിന. ചക്രഗർഗപ്രാസശക്തി ശസ്ത്രശ്രങ്ങ മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു. ഹസീവരന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദികളായൊക്കെ ഒലിക്കുന്നു. അംഭോജ സംഭവനന്ദനൻ ജാമ്പവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു. മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു കാലപുരി പൊക്കിരുന്നരുളിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.